ഇത് തിപ്പലിയർ ഗ്രാഫ്റ്റ് ചെയ്തെന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ടാണ് ഇതിന് കേടോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. മറ്റുള്ള നമ്മൾ മണ്ണിലൊക്കെ വെച്ച് കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും കേടുകളോ രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ ഈ കൊടിയുടെ വേര് മണ്ണിലേക്ക് പോകുന്നില്ല. ഇത് തിപ്പലിയറാണ്, ഇതിൻ്റെ തിപ്പലിയായി സാധനം. അപ്പോൾ അതിൻ്റെ വേരാണ് മണ്ണിൽ നിൽക്കുന്നത്. അത് നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെടി എത്ര ടൈപ്പ് വെറൈറ്റി വേണമെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ 2 ടൈപ്പും കമുകുണ്ട്, ഇന്റർമംഗളായ ഉണ്ട്, മോഹിത് നഗറും ഉണ്ട്, കമുകൈറ്റമുണ്ട്. പിന്നെ ഇത് അരിനെല്ലി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പേര നമുക്ക് പല വെറൈറ്റി പേരയുണ്ട്. ഇതാണ് വയലറ്റ് പേരയാണ്. ഇത് നമുക്ക് വേണം. ഇത് വന്നിട്ട് സ്ട്രോബെറി പേരയ്ക്കാണ്. ചെറിയ സ്ട്രോബെറി, നമ്മൾ സ്ട്രോബെറി കണ്ടില്ല, അതിൻ്റെ വലുപ്പമുള്ള പേരയ്ക്കാണിത്. ഇത് ലക്നോ പേരയാണ്. പിന്നെ അങ്ങോട്ട് വന്നിട്ട് തായ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. ആർക്കേക്കിരനുണ്ട്. ആർക്കേക്കിരൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ വഴിയിലൊക്കെ കാണാറില്ലേ, ചുമലപ്പേര ഇപ്പോൾ വെച്ചൊഴിക്കുന്നുണ്ട് വഴിയിൽ. ആ സാധനമാണ് ആർക്കേക്കിരൻ എന്ന് പറഞ്ഞത്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള പേരയ്ക്കാണ്. പിന്നെ മുന്തിരിപ്പേര, പിന്നെ VNR പേര എന്ന് പറഞ്ഞ പേര വെറൈറ്റി ഉണ്ട്. പിന്നെ കിലോ പേര, നല്ല വലുപ്പമുള്ള പേരയ്ക്കാണ് കിലോ പേര. പിന്നെ ഓറഞ്ച്, ബുഷ് ഓറഞ്ച് ഉണ്ട്. അത് കുരു ഉള്ളവരുണ്ട്, കുരു ഇല്ലാത്ത ടൈപ്പ് ഓറഞ്ചുകളുണ്ട്. പിന്നെ നാരകം അതുപോലെ തന്നെ നമുക്ക് പല 2-3 വെറൈറ്റി നാരകങ്ങളുണ്ട്. നമ്മൾ ലോലോലിക്കാന്ന് കേട്ടില്ല, നമ്മുടെ നാട്ടിലെ നാടൻ ലോലോലിക്ക. അതിൻ്റെ തന്നെ മധുരമുള്ളൊരു വെറൈറ്റിയാണ്. സീഡ് ലൂബി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നല്ല ടേസ്റ്റി സാധനമാണ്. ഒത്തിരി ഏരിയയും വേണ്ടി ഇതൊന്നും വളർത്താൻ വേണ്ടി. പിന്നെ ഇത് നമ്മുടെ സീതപ്പഴം, നമ്മുടെ സാധാ നമ്മുടെ നാടൻ ആത്തക്കാട് ഒരു വേറെ ടൈപ്പ്. അത് നമ്മുടെ നാടൻ നെല്ലി. എല്ലാം ഹൈബ്രിഡാണ് സാധനങ്ങൾ. പിന്നെ ഉള്ളത് മൂട്ടിപ്പഴമുണ്ട്. പിന്നെ മലബാർ